ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനിന്ന് പുനല്ലൂരിൽ അലിമുക്ക് എന്ന ഒരു സ്ഥലത്താണ്. ഇവിടെ ഒരു ദൈവദാസനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് സാജൻ. ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് കർത്താവിനെ കണ്ടെത്തിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. ഏതാണ്ട് 19 വർഷങ്ങളായി കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം ഈ ദൈവദാസനുണ്ട്. തൻ്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ ദൈവം ഇദ്ദേഹത്തെ സഹായിക്കുകയും വിടുവിക്കുകയും ചെയ്ത അത്ഭുത സാക്ഷി നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം സാജൻ പാസ്റ്ററുടെ അനുഭവത്തിൽ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു, യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റൊരു രക്ഷ നമുക്കില്ല. അത് അസന്നിഗ്ധമായിട്ട് റോഡുകളിലും കവലകളിലും വഴിവെക്കുകളിലും അതുപോലെ താൻ പോകുന്ന ഓരോ സ്ഥലങ്ങളിലും പ്രസംഗിക്കുകയാണ് അദ്ദേഹം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രിയപ്പെട്ട ദൈവദാസന്റെ അനുഭവ സാക്ഷി നിങ്ങൾ കേൾക്കണം. അതോടൊപ്പം താൻ പൊതു ശുശ്രൂഷ രംഗങ്ങളിലായിരിക്കുന്നു, പ്രാർത്ഥിക്കുകയും ദൈവിക ആലോചനകളൊക്കെ അറിയിക്കുകയും അതുപോലെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. ഈ ദൈവദാസനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ പ്രിയപ്പെട്ട പാസ്റ്ററുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ പാസ്റ്ററുടെ ജീവിതാനുഭവം നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹത്തിനും സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്കും അതുപോലെ ക്രിസ്തീയ ജീവിതത്തിനും ഒരു കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പാസ്റ്ററെ ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടി ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററുടെ വിലപ്പെട്ട സമയം ഇതിനുവേണ്ടി ചെലവഴിക്കുന്നുള്ള നന്ദി അറിയിക്കുന്നു. പാസ്റ്റർ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററെ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇപ്പോൾ എവിടെ താമസിക്കുന്നു, ഏത് സഭയുമായിട്ട് ബന്ധപ്പെട്ട് സുവിശേഷ വേല ചെയ്യുന്നു? പറയാം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് സാജൻ എന്നാണ്. ഞാനിപ്പോൾ തെന്മലയുടെ പ്രദേശത്താണ് താമസിക്കുന്നത്. ഈ തെന്മല എന്ന് പറയുന്നത് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിൽ കിഴക്കൻ മേഖല വരും. അപ്പോൾ എനിക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്. ഭാര്യയുടെ പേര് മിനി, മൂത്തത് മകൻ, ഇളയത് മകള്. അവരൊക്കെ പഠിക്കുന്നു അല്ലേ? പഠിക്കുന്നു. പാസ്റ്റർ ഏത് പശ്ചാത്തലത്തിൽ നിന്നാണ് ഈ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വന്നത്? ഞാൻ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചത്. അപ്പം അങ്ങനെ സ്വീകരിക്കാനായിട്ടുള്ളൊരു കാരണത്തെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? എങ്ങനെയാണ് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചത്? അതിനുള്ളൊരു മുഖാന്തരം എന്താണ്? അതിനുള്ള കാരണം എന്താണെന്ന് വിവരിക്കാമോ? വിവരിക്കാം. എൻ്റെ അച്ഛൻ്റെ നാടെന്ന് പറയുന്നത് നാഗർകോവിലാണ്. അമ്മയുടെ നാട് നെടുമങ്ങാടാണ്. ഇവർ 2 കുടുംബക്കാരും എന്ന് പറയുന്നത് നല്ല ഹൈന്ദവ കുടുംബ പശ്ചാത്തലമുള്ള ആളുകളാണ്. ഇന്നത്തെ പോലുള്ള ഹൈന്ദവ രീതികളൊന്നുമല്ല. എൻ്റെ അച്ഛൻ്റെ കുടുംബം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ക്ഷേത്രവും പൂജയും കളരിയും കർമ്മങ്ങളും ആചാരങ്ങളും ഒക്കെയുള്ള ഒരു കുടുംബമാണ് എൻ്റെ അച്ഛൻ്റെ കുടുംബം. എൻ്റെ അമ്മയുടെ കുടുംബം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ദുർദേവതകളെ ആരാധിച്ച് പ്രസാദിപ്പിച്ച് മന്ത്രമൂർത്തികൾക്ക് കൊടുത്തും അത്തരത്തിലുള്ള ഒരു കുടുംബമാണ് എൻ്റെ അമ്മയുടെ കുടുംബം. എന്നാൽ എൻ്റെ അച്ഛൻ്റെ കുടുംബത്തിലെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ക്ഷേത്രം വച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കുളത്തിലോട്ടുള്ള ദർശനത്തിലാണ് ക്ഷേത്രം വച്ചേക്കുന്നത്. അപ്പോൾ ആ ക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹത്തിന് കൈയും കാലൊക്കെ കഴുകി ഇങ്ങനെ ഒരു കുമ്പ് വെള്ളം തലയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു. അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം കോരിക്കൊണ്ട് വന്ന് ക്ഷേത്രത്തിൽ നിലവിളക്കിനകത്ത് ഒഴിച്ചു. പച്ചവെള്ളത്തിന് പകരം എണ്ണയ്ക്ക് പകരം പച്ചവെള്ളം ഒഴിച്ചാണ് അച്ഛൻ്റെ ക്ഷേത്രത്തിൽ, കുടുംബക്ഷേത്രത്തിൽ എണ്ണയ്ക്ക് പകരം പച്ചവെള്ളം ഒഴിച്ചാണ് നിലവിളക്ക് കത്തിക്കാറ്. അപ്പോൾ പച്ചവെള്ളത്തിൽ വിളക്കരിക്കുന്ന കുടുംബം എന്നാണ് അച്ഛൻ്റെ കുടുംബത്തിൻ്റെ പേര്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സമയത്ത് എൻ്റെയൊക്കെ കൊച്ചുനാളിൽ പെട്ടെന്ന് കുടുംബം വല്ലാത്ത ചിതറി പോവുകയും ദുർമരണങ്ങളും മറ്റ് രോഗങ്ങളാലുള്ള വളരെ മരണങ്ങൾ പെട്ടെന്ന് തന്നെ വരുവാനിടയായി. ഇപ്പോൾ ഹൈന്ദവ പശ്ചാത്തല പ്രകാരം എന്ന് പറയുമ്പോൾ അവർ
നമ്മൾ ദേവീദേവതന്മാർക്ക് എന്തെങ്കിലും മോശമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുടുംബം പ്രശ്നം വെച്ച് നോക്കും. അപ്പം നോക്കിയപ്പോൾ അത്തരത്തിലുള്ളതായ യാതൊരു വിധമായ കാര്യങ്ങളും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും യാതൊരു സമാധാനമോ സന്തോഷമോ ഒന്നും കണ്ടെത്താത്ത ആളുകളായിരുന്നു. ഇത്തരത്തിലുള്ളതെങ്കിലും വളരെ പ്രതികൂലത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു. അങ്ങനെ ജീവരക്ഷയ്ക്കായിട്ടാണ് എൻ്റെ അമ്മയുടെ നാട്ടിലേക്ക് നെടുമങ്ങാട്ടിലേക്ക് വന്നത്. നെടുമങ്ങാടാണ് എൻ്റെ അമ്മയുടെ നാട്. അവിടെ വന്നു എൻ്റെ അമ്മ എന്ന് പറയുന്നത് ഇങ്ങനെ ഈ പൈശാചിക ശക്തികൾ കൂടിയിട്ട് അമ്മ വീട്ടിൽ 2 പേര് വന്നാലോ അല്ലെങ്കിൽ വിശേഷമായ ഒരു ദിവസങ്ങൾ വന്നാലോ അമ്മ ഭയങ്കരമായിട്ട് ഈ മുടിയൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ, അത് നമ്മുടെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ തുള്ളലെന്ന് പറയും. അപ്പോൾ അങ്ങനെ ചെയ്യുമായിരുന്നു. എൻ്റെ അച്ഛനാണെങ്കിൽ ഇടുപ്പിൽ നിന്ന് ബെൽറ്റ് ഊരിയിട്ട്, പുള്ളി എപ്പോഴും ബെൽറ്റ് ഇടുപ്പ കെട്ടിയായിരുന്നു, ബെൽറ്റ് ഊരിയിട്ട് എൻ്റെ അമ്മയെ മുടിക്ക് കുത്തിപ്പിടിച്ച് തല്ലും. അന്നേരത്തേക്ക് അതങ്ങ് മാറും. അപ്പം ഇങ്ങനെ ജീവിതത്തിൽ കണ്ട് വളരെ വേദനയോടെയാണ് ഞങ്ങൾ വളർന്നു വന്നത്. അപ്പോഴുണ്ട് ഞങ്ങളുടെ അമ്മ അവിടെ CSI പള്ളിയിൽ, പുതുക്കുളങ്ങര, നെടുമങ്ങാട് പുതുക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് CSI പള്ളിയിൽ അമ്മ ഇങ്ങനെ ഭയങ്കര പ്രയാസമായ സമയത്ത് അമ്മ അവിടെ പോവുകയും അവിടെ പോയി അത് മുഖാന്തരം അമ്മ യേശുക്രിസ്തുവിനെ ആ ഒരു പശ്ചാത്തലത്തിൽ കാണാനിടയായി. വർഷങ്ങൾ കഴിഞ്ഞ് ഇവിടെ തെന്മലയിൽ, ഇപ്പോൾ ഞങ്ങൾ തെന്മലയിലാണ് താമസിക്കുന്നത്, തെന്മല അവിടെ വന്നു. ഞാനൊക്കെ വളർന്നു. ഞാനൊരു കോൺട്രാക്ടറായിരുന്നു. കെട്ടിടം പണിയൊക്കെ എടുത്ത് സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയിലൊക്കെ ആയിരുന്നു. എൻ്റെ കൂടെ കുറച്ച് മേശരിമാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 2000 എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ തകർച്ചകൾ കടന്നു വരാൻ തുടങ്ങി. ഞാൻ എടുക്കുന്ന പണികളിലൊക്കെ എനിക്ക് നഷ്ടം, വല്ലാത്ത പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി. ആ സമയത്തൊക്കെ ഞാൻ മദ്യപാനത്തിലേക്ക് തിരിഞ്ഞു. ജീവിതത്തിൽ സമാധാനമൊന്നും കിട്ടാത്ത സമയത്ത് മദ്യപാനത്തിലേക്ക് തിരിയാനിടയായി. ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ലാതെ വല്ലാത്ത ജീവിതത്തിൽ തകർന്നു തരിപ്പണമായി. വല്ലാത്ത വിധത്തിൽ എല്ലാം നശിച്ചു, എല്ലാം കൈവിട്ടു പോയി. 10 പൈസയ്ക്ക് ഗതിയില്ലാതായി. അതെൻ്റെ മദ്യപാനത്തിൻ്റെ ഇതുകൊണ്ടല്ല, പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, പെട്ടെന്ന് അങ്ങനെ സംഭവിക്കാനിടയായി. എങ്കിലും ഞാൻ ഈ രീതിയിലൊക്കെ കടന്നു പോയപ്പോൾ സമയത്ത് രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു പോകും. എൻ്റെ കൂടെയുള്ള ജോലിക്കാർ പോയി, എല്ലാം എനിക്ക് നഷ്ടമായി. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ, ഡിസംബറിൽ 2020 ഡിസംബറിൽ ലാസ്റ്റ് ഒരു ദിവസം രാത്രിയിൽ പെട്ടെന്ന് എനിക്കൊരു നെഞ്ചുവേദന വന്നു. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും കൂടെ സഹോദരങ്ങളും എല്ലാം കൂടെ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ECG കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അതിലെങ്ങും ഒരു കംപ്ലൈൻറ്റും എനിക്കില്ല, ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഈ രോഗം എന്നെ വളരെയധികം തുടരാൻ തുടങ്ങി. വളരെ പ്രയാസമായിട്ട് തുടർന്നു. 3 വർഷം ഒരു വല്ലാത്ത രീതിയിൽ ഉള്ള കിടപ്പ് പോലത്തെ ഒരവസ്ഥയിലായി. ഭാര്യ, ഞാൻ ആ സമയം കല്യാണം കഴിഞ്ഞു, 2000 കല്യാണം കഴിഞ്ഞിട്ടൊരു 3 മാസം ആയതേ ഉള്ളൂ. ഭാര്യ ബ്ലഡ് ഛർദ്ദിക്കുന്ന ഒരു അസുഖം പുള്ളിക്ക് വന്നു. അതിൽ എല്ലാം നഷ്ടപ്പെട്ടു. ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി. പുള്ളിയെ കൊണ്ടുപോകാൻ ഒരു ഹോസ്പിറ്റലിൽ, മെഡിക്കൽ കോളേജിലെ എല്ലാ ഹാർട്ട് വിഭാഗത്തിലും കാണിച്ചു. പക്ഷേ ഒരു രക്ഷയില്ല. അങ്ങനെ വന്നു. പുള്ളി ഒരു സൈഡിൽ മരണം കാത്തു കിടന്നു, ഞാൻ ഒരു സൈഡിൽ മരണം കാത്തു കിടക്കുന്ന സമയത്ത് എൻ്റെ ആളുകളൊക്കെ പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ആരാധിച്ച പ്രതിക്കൾക്ക് പ്രയാസങ്ങളാണ്, അന്ന് നിങ്ങൾ സേവിച്ചിരുന്ന ദേവതമാർക്കുള്ള പ്രയാസങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ക്ലിയർ ചെയ്യണം. അങ്ങനെ ഞാൻ അതിൻ്റെതായ കാര്യങ്ങൾക്കൊക്കെ ചെയ്ത് അവരെ ക്ഷേത്രങ്ങളിൽ കൊണ്ടിരുത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊന്നും യാതൊരു വിധമായ മാറ്റവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ വളരെ പ്രശ്നങ്ങൾ കയറി വന്നുകൊണ്ടിരുന്നു. എന്നാൽ തുടർന്ന് വല്ലാത്ത പ്രശ്നങ്ങളായപ്പോൾ ഞാൻ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ തുടങ്ങി. അച്ചൻകോവിൽ പോലുള്ള ക്ഷേത്രങ്ങൾ, അതുപോലെ കുളത്തൂപ്പുഴ എന്ന് പറയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഞാൻ കയറി ഇറങ്ങാൻ തുടങ്ങി. ശിവക്ഷേത്രങ്ങളിൽ ഞാൻ കയറി ഇറങ്ങി. ക്ഷേത്രങ്ങളിൽ നേർച്ച നേർന്നു. യാതൊരു വിധമായ മാറ്റവും പ്രയാസങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായില്ല. ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നതല്ലാതെ എൻ്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്ക് മാറ്റം ഒന്നും ഉണ്ടായില്ല. രോഗത്തിൻ്റെ അവസ്ഥകൾ ഭാര്യയുടെയും എൻ്റെയും
രോഗത്തിൻ്റെ അവസ്ഥകൾ ഓരോ ദിവസങ്ങളിൽ മൂർച്ഛിച്ചു കൊണ്ടിരുന്നു. സാമ്പത്തികമായി എല്ലാം നഷ്ടമായ ഒരവസ്ഥ, ജീവിതത്തിൽ സന്തോഷമോ സമാധാനമോ ഇല്ലാത്ത ഒരവസ്ഥ, കഴിക്കാൻ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഗതിയില്ലാത്ത ഒരവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു. എൻ്റെ ജീവിതം ആ രീതിയിലേക്ക് കടന്നുപോയി. ആ സമയത്ത് ഒരു ദിവസം കഴിക്കാൻ ആഹാരമൊന്നുമില്ലാത്തത് കൊണ്ട്, വല്ലാത്ത പ്രയാസത്തിലായിരുന്നുകൊണ്ട് ഞാൻ അഞ്ചൽ സ്ഥലത്ത് ജോലിക്ക് കടന്നുപോയി, കൂലിവേലയ്ക്ക് കടന്നുപോയി. അവിടെ വച്ച് എനിക്ക് നെഞ്ചുവേദന വന്നു. നെഞ്ചുവേദന വന്ന് എന്നെ ഹോസ്പിറ്റലിൽ എൻ്റെ കൂടെയുള്ളവർ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് ഡോക്ടർ എന്നോട് ചോദിച്ചു, ഇതുപോലെ വന്നിട്ടുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, ഒത്തിരി പ്രാവശ്യങ്ങൾ, ഒത്തിരി ചില വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാനിടയായി. അപ്പോൾ ഇനി വന്നാൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 2:30 അർച്ചന ബസ്സിനകത്ത് എന്നെ പുനലൂരിലോട്ട് കയറ്റി വിടാനായിട്ട്, എൻ്റെ വീട്ടിലേക്ക് വരാനായിട്ട് ഞാൻ പറഞ്ഞു വീട്ടിൽ പോകണം. പക്ഷെ അന്ന് എനിക്ക് അറിയാമായിരുന്നു ഞാൻ മരിച്ചു പോകുമെന്ന്. എനിക്ക് കൃത്യമായി എനിക്ക് എൻ്റെ മനസ്സിനകത്ത് ഒരു തോന്നലുണ്ടായി. അതിന് മുമ്പ് വീട്ടിലൊന്ന് വരണം എന്നുള്ള ഒരു ആഗ്രഹം. 2:30 അതിലെ വരുന്ന അർച്ചന ബസ്സിനകത്ത് എന്നെ കയറ്റി വിട്ടു. ഞാൻ നെഞ്ചിനകത്ത് ഇങ്ങനെ ഷർട്ടിൻ്റെ ഇടയിൽ കൂടെ കൈയിട്ട് ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര ആളായിരുന്നു. ബാക്ക് സീറ്റിൽ, ഏറ്റവും ബാക്ക് സീറ്റിൽ ഒരു അപ്പച്ചൻ അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം എനിക്ക് എഴുന്നേറ്റ് തന്നു. ഞാൻ ആ സീറ്റിലോട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ചുടുകട്ട എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ എത്താറായ സമയത്ത് ഇത് വളരെ മൂർച്ഛിക്കാനിടയിൽ പെട്ടെന്ന് എൻ്റെ ഓർമ്മ എന്നെ വിട്ടുപോയി. എൻ്റെ കണ്ണുകളെല്ലാം അടഞ്ഞ് എൻ്റെ ശരീരം നിശ്ചലമായി. അത് മാത്രമേ എനിക്കറിയാം, മറ്റൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. അന്നേരത്തേക്ക് ആ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്ററോളം പുനലൂരിലേക്ക് വരാം. ആ സമയം ഇങ്ങനെ ബസ്സിലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ലോകമുണ്ടെന്നോ ഭാര്യയുണ്ടെന്നോ മക്കളുണ്ടെന്നോ എൻ്റെ അഹബോധമോ ഇല്ല, ഒരു ചിന്തയും എനിക്കില്ല, ഒന്നും അറിയാത്ത ഒരു വല്ലാത്ത നിദ്ര പോലത്തെ ഒരവസ്ഥ. മരണത്തിൻ്റെ ആ ഒരു അനുഭവം വല്ലാത്ത ജീവിതത്തിൽ അനുഭവിച്ചു. എന്നാൽ ഈ സമയത്ത് പ്രാർത്ഥന എന്നൊരു ശബ്ദം എൻ്റെ ചെവിക്കകത്ത് കേൾക്കാനിടയായി. പ്രാർത്ഥന എന്നൊരു ശബ്ദം. അപ്പോൾ എനിക്ക് അന്ന് ആ കാലത്ത് പ്രാർത്ഥിക്കാനോ എന്നുള്ളത് CSIയിൽ എൻ്റെ അമ്മ ചർച്ചിലേക്ക് കൊണ്ടുപോയി, കൊച്ചിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ആ ഒരു അവസ്ഥ മാത്രമേ എനിക്കറിയാം. അപ്പോൾ ഈ പ്രാർത്ഥന എന്നെൻ്റെ ഹൃദയത്തിനകത്ത്, എൻ്റെ ചെവിക്കകത്ത് വന്ന് കേട്ട ഈ ശബ്ദം വന്നതിന് ശേഷം എൻ്റെ ബോധമണ്ഡലം വർക്ക് ചെയ്യാൻ തുടങ്ങി. അന്നേരത്തേക്ക് ഏകദേശം പുനലൂരിൽ ബസ് വന്നു. എന്നെ ചില ഓട്ടോ ഡ്രൈവേഴ്സ് സഹോദരങ്ങളെല്ലാം കൂടെ എന്നെ വണ്ടിയിൽ നിന്ന് ഇറക്കി സംഘേഴ്സ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് ആളുകളെയോ ഒന്ന് തിരിച്ചറിയാനോ ഒന്നും കഴിയാത്ത, എൻ്റെ കണ്ണിന് ഒരു വല്ലാത്ത വല കെട്ടിയിരിക്കുന്നത് പോലത്തെ ഒരു അവസ്ഥ, വല്ലാത്തൊരു പ്രയാസം. എന്നെ അവർ വണ്ടിയിൽ നിന്ന് എടുത്താണ് ഇറക്കിയത്. സംഘേഴ്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഉച്ചയ്ക്ക് ഡോക്ടർമാരെല്ലാം ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എന്നെ തായലക്ഷ്മി തിയേറ്ററിൻ്റെ അവിടെ കൊണ്ട് ജീപ്പിനകത്ത് എനിക്ക് കയറ്റി വിട്ടാൽ മതി, എനിക്ക് തെന്മലയാണ് പോകേണ്ടത്, ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞ് അവരെ മരുന്നൊക്കെ എടുത്ത് ഗുളികയൊക്കെ എടുത്ത് കാണിച്ചു. അപ്പോൾ അവരെന്നെ ഒരു ഓട്ടോയിൽ കയറ്റി അവിടെ എൻ്റെ വീടിനടുത്തുള്ള, അന്ന് അവിടെ ട്രിപ്പ് അടിക്കുന്ന ജീപ്പ്, അതിനകത്ത് അവർ കയറ്റി വിട്ടു. അന്ന് ഒരു 4-5 മണിയായ സമയത്ത്, അന്ന് ആ കാലത്ത് തെന്മല ചർച്ചക്കോട് ദൈവസഭയിലിരുന്ന പാസ്റ്റർ ബിജു സാം, അദ്ദേഹമായിരുന്നു അന്നത്തെ അവിടുത്തെ പാസ്റ്റർ. അദ്ദേഹം ഒരു 5 മണിയായപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തെക്കുറിച്ചുള്ളത് പുള്ളി എന്നോട് പറയാൻ തുടങ്ങിയപ്പോഴേ ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഭാഷേ ഇത് കാരണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെയൊക്കെ കടന്നുപോയി, ശരിയാണ്. പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് ഒത്തിരി ദൈവങ്ങളുണ്ട്, ഞങ്ങൾക്ക് ഒത്തിരി ദൈവങ്ങളുണ്ട്. അവരെ കൊണ്ട് കഴിയാത്തതാണോ നിങ്ങളുടെ ഒരു യേശുവിനെ കൊണ്ട് കഴിയുന്നത് എന്നാ ദൈവദാസനോട് സംസാരിച്ചു. അദ്ദേഹം കുറച്ച് സമയം മിണ്ടാതിരുന്നു. എന്നിട്ട് പുള്ളി അങ്ങ് പോയി, തിരിച്ചുപോയി, എന്നോടൊന്നും പറഞ്ഞില്ല. പിറ്റേന്ന് ശനിയാഴ്ച, വെള്ളിയാഴ്ചയാണ് സംഭവം നടക്കുന്നത്. പിറ്റേന്ന് ശനിയാഴ്ച അതേ സമയം, ഏകദേശം ഒരു 4 മണിയായ സമയത്ത് ആ ദൈവദാസൻ പിന്നെയും എൻ്റെ വീട്ടിൽ വന്നു, ശനിയാഴ്ച. അപ്പോൾ പുള്ളി എന്നോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേ, ഞാൻ തിരിച്ച് പുള്ളിയോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, സാജൻ സഹോദര, യേശു ക്രിസ്തു പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ വന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ
പുള്ളിയോട് മറുത്തൊന്നും സംസാരിക്കാൻ പോയില്ല. പുള്ളിയോട് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനമോ സന്തോഷമോ ഇല്ല. എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു. വല്ലാത്തൊരു അന്തരീക്ഷത്തിലാണ്. ഭാര്യ മരണം കാത്ത് കിടക്കുന്നു. ഞാനും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന യേശു എന്നെ സൗഖ്യമാക്കി എൻ്റെ അവസ്ഥകൾക്കൊക്കെ മാറ്റം വരുത്തി എന്നെ വിടുവിക്കുമെങ്കിൽ ഞാൻ യേശുവിനായിട്ട് ജീവിക്കും. ഇല്ല എങ്കിൽ നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇല്ല എന്നിങ്ങനെ പറഞ്ഞു. ഉടനെ തന്നെ ഞാൻ പാൻറ് ഷർട്ടും എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ആ തെന്മല ചർച്ചക്കുള്ള ദൈവസഭയിൽ കടന്നു. ആ ഒരു വൈകിട്ട് സമയം അവിടെ ചെന്നപ്പോഴത്തേക്ക് സഹോദരന്മാരെല്ലാവരും കൂടി ചേർന്ന് വട്ടത്തിലിരുന്ന് ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയെ അവിടെ കാണാനിടയായി. ഞാനും അവരുടെ കൂടെ വട്ടത്തിൽ അവിടെ ഇരുന്നു. അവരൊരു പാട്ട് പാടി, ഞാൻ കൈയടിച്ചു. എനിക്ക് പാടാനൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ കൈയടിച്ചു. അപ്പോൾ അവിടെ വെച്ചും ഈ നെഞ്ചുവേദനയുടെ പ്രശ്നം കടന്നു. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, നിങ്ങൾ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ എന്ന് പറയുമ്പോൾ സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാര്യം. പല പെന്തക്കോസ്ത് വിശ്വാസത്തിലുള്ള ആളുകളുടെ വീടുകളിൽ ചെല്ലുമ്പോൾ അവർ വളരെ സന്തോഷത്തോടെയും മക്കളും ഭാര്യയുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, ഇതെങ്ങനെയാണ് നിങ്ങൾ ഇത്ര വലിയ സന്തോഷത്തോടെ ഇരിക്കുന്നത്? അപ്പോൾ അവർ യേശുവിനെ കുറിച്ച് പറയും, അതെനിക്ക് പിടിക്കത്തില്ല, ഞാൻ അങ്ങ് മാറിപ്പോകും. അപ്പോൾ പക്ഷേ അന്ന് രാത്രി എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഞാൻ രോഗിയാണ്. സാമ്പത്തികമായ ഒരു വഴിയുമില്ല. എൻ്റെ ഭാര്യ ബ്ലഡ് ഛർദ്ദിക്കുന്ന രോഗത്താൽ മരണം കാത്ത് കിടക്കുന്നു. ജീവിതത്തിൽ സമാധാനമില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ. പക്ഷേ അന്ന് രാത്രി എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അന്വേഷിച്ച് നടന്നൊരു കാര്യമായിരുന്നു സമാധാനം എന്ന് പറയുന്നത്. അന്ന് രാത്രി എനിക്ക് ആ സമാധാനം എൻ്റെ ജീവിതത്തിൽ അനുഭവിപ്പാനിടയായി. വളരെ സന്തോഷമായിരുന്നു. പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെ അതിജീവിക്കുന്ന, അതിനെ തരണം ചെയ്യാൻ പറ്റുന്ന, അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമാധാനം, ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിനകത്ത് പ്രാപിപ്പാനിടയായി. തിരുവെഴുത്തുകളിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു? യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ആ നിത്യമായ സമാധാനം യേശു ക്രിസ്തുവിൽ നിന്ന് ചില മണിക്കൂറുകൾ കൊണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് അനുഭവിക്കാനായിട്ട് കഴിയാനിടയായി. ഞാൻ പിറ്റേന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആരും എന്നോട് പറഞ്ഞില്ല, എന്നെ വിളിച്ചതുമില്ല. എൻ്റെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം വന്നതും ആ രാത്രിയിൽ സംഭവിച്ചതുകൊണ്ട് ഞാൻ പിറ്റേന്ന് ഞായറാഴ്ച വിശുദ്ധ സഭായോഗത്തിനോടെ പോയി. ഏറ്റവും ബാക്കിലിരുന്നു. അവർ കൈയടിച്ചു പാടി, ഞാനും കൈയടിച്ചു, അവിടെ ഇരുന്നു. എല്ലാവരും സാക്ഷ്യം പറഞ്ഞ സമയത്ത് എനിക്ക് സാക്ഷ്യം എന്ത് എന്ന് പറയണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ദൈവം ചെയ്ത ഉപകാരം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ എഴുന്നേറ്റിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ രാത്രിയിൽ അനുഭവിച്ച ആ സന്തോഷത്തെക്കുറിച്ച് സാക്ഷ്യം പറയാനില്ല. അവിടെ വെച്ച് ഞാൻ ആരോടും പറയാതെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ, അങ്ങ് ജീവനുള്ള ദൈവമാണെന്ന് ഈ ഒരു അവസ്ഥയിൽ കൂടി എൻ്റെ ജീവിതത്തിനകത്ത് അനുഭവിക്കാനിടയായി. എൻ്റെ ജീവിതത്തെ കർത്താവിൻ്റെ കയ്യിൽ സമർപ്പിക്കുന്നു. എന്നിൽ അങ്ങ് വരണമേ. ഇതാരും പറഞ്ഞു തന്നതല്ല. എൻ്റെ സ്വയം മനസ്സായിട്ട് ഞാൻ ആ ചർച്ചിൻ്റെ ബാക്കിലിരുന്ന് ആ സാക്ഷ്യം കഴിഞ്ഞതിന് ശേഷം ഞാൻ കരഞ്ഞുകൊണ്ട് ദൈവത്തോട് പറയാനിടയായി. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് തുടർന്നുള്ള ചില ആഴ്ചകൾ, ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴൊക്കെ എൻ്റെ അവസ്ഥകൾക്കൊക്കെ മാറ്റം വരാൻ തുടങ്ങി. എൻ്റെ ആരോഗ്യം എനിക്ക് വീണ്ടെടുക്കാൻ തുടങ്ങി. എൻ്റെ നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സമാധാനവും എൻ്റെ ജീവിതത്തിനകത്ത് പ്രാപിക്കാനിടയായി. ഒരു ജോലിക്ക് കടന്നു പോകാൻ കഴിയാതിരുന്ന എനിക്ക് ജോലി ചെയ്യാൻ പോകാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. ഞാൻ ജോലിക്ക് കടന്നുപോയി. അപ്പോൾ ചില ആഴ്ചകൾ കടന്നു. ഈ സന്തോഷം എൻ്റെ ജീവിതത്തിനകത്ത് കിട്ടിയപ്പോൾ എനിക്കറിയാവുന്നത് പോലെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ, ഒരു വിശ്വാസിയുടെ ഏറ്റവും വളരെ ആയുധമാണ് പ്രാർത്ഥന എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ കൂടി മനസ്സിലാക്കാനിടയായി. ഞാൻ ചെറിയതായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിക്കി പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥന മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി.
മണിക്കൂറുകളായി. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ഒരു വലിയ ഇതിലേക്ക് കർത്താവിനെ ഇറക്കി. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ ഞാൻ തുടങ്ങി. ദൈവം എനിക്ക് അതിനുള്ള കൃപകൾ തന്നു. ദൈവം എന്നെ തട്ടി ഉണർത്തും രാത്രികളിൽ. ഞാൻ മണിക്കൂറുകൾ രാത്രിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 മണി വരെ വളരെ അനവധി വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയങ്ങളിലൊക്കെ കർത്താവ് ചില കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ തുടങ്ങി. അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. അത് എന്താണ് എന്നുള്ളത് അറിയത്തില്ല. മാസങ്ങൾ കടന്നു, ചില ആഴ്ചകൾ, മാസങ്ങൾ കടന്നു. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴൊക്കെ കർത്താവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് എന്നോട് ഒരു രാത്രിയിൽ ഞാൻ ദൈവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിനോട് സംസാരിച്ചത് ഇങ്ങനെയാണ്: എൻ്റെ ദാസനെ, നീ എൻ്റെ വചനം കാത്താൽ ലോകമെങ്ങ് വരുന്ന പരീക്ഷാ ദിനത്തിൽ ഞാനും നിന്നെ കാക്കും എന്ന് രാത്രിയിൽ ഒരു ശബ്ദം ഇങ്ങനെ കേൾപ്പാനിടയായി. ഇതെന്തായിരിക്കുമെന്ന് അറിയാതെ പാസ്റ്ററോട് എന്ന് പറഞ്ഞു. പാസ്റ്റർ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. തുടർന്ന് ചില ദർശനങ്ങളും വെളിപ്പാടുകളും കർത്താവ് തരാൻ തുടങ്ങി. അങ്ങനെ കടന്നു വരുന്ന ദൈവദാസന്മാരെല്ലാവരും ദൈവത്തിൻ്റെ ആലോചന എന്നെ അറിയിക്കുമായിരുന്നു. നിന്നെ എൻ്റെ വേലയ്ക്കാണ് ഞാൻ വിളിച്ചു വേർതിരിച്ചത്. എൻ്റെ വേലയ്ക്കുള്ളവനാണ് നീ. എൻ്റെ വേല ചെയ്തേ പറ്റത്തുള്ളൂ. അനേകരുടെ മുമ്പിൽ എൻ്റെ സാക്ഷിയായി നിർത്തുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. നിന്നെ ഉപയോഗിക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട് എന്ന് അനവധി പ്രാവശ്യങ്ങൾ ദൈവത്തിൻ്റെ ആലോചന എന്നോട് പറയുവാനിടയായി. കുടുംബത്തിൻ്റെ അവസ്ഥകളും എന്നാൽ മറ്റൊരു വിധത്തിലുള്ളതായിരിക്കുന്ന യാതൊരു വിധമായ യോഗ്യതകളും എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ദൈവത്തോട് പറയും, കർത്താവേ, വേറെ ആരെങ്കിലും ഒന്ന് വിളിക്കണം. എനിക്ക് അതിൻ്റെ കാരണം എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ വിദ്യാഭ്യാസപരമായി എനിക്ക് വിദ്യാഭ്യാസം വളരെ ഇല്ല എന്ന് തന്നെ പറയാം. വിദ്യാഭ്യാസം വളരെ കുറവാണ്. എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്. വേദപുസ്തകം വായിപ്പാനോ എഴുതാനോ മറ്റുള്ള സാഹചര്യങ്ങളൊന്നും അന്നത്തെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ, ജീവിതത്തിൻ്റെ തിരക്കുകളിൽ, അത് മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചിരുന്ന അവസ്ഥയിൽ ജീവരക്ഷയ്ക്കായി ഓടിയത് കൊണ്ട് എനിക്ക് പഠിക്കാനൊന്നും കഴിഞ്ഞില്ല. അത്തരത്തിലുള്ളൊരവസ്ഥയിൽ കൂടെ ആയിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ വേദപുസ്തകം വായിക്കാനോ യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാനോ ഒന്നിനും എനിക്ക് കഴിയത്തില്ല. അതുകൊണ്ട് വേറെ ആരെങ്കിലും കർത്താവ് വേലയ്ക്ക് വിളിക്കണം എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ഹിതമല്ല ദൈവത്തിൻ്റെ ഹിതം എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ ഒരു ദിവസം രാത്രിയിൽ ഞാനിത് പറയുമ്പോൾ തന്നെ ദൈവദാസന്മാർ എന്നോട് വന്ന് ഇങ്ങനെ ആലോചന പറയുമ്പോൾ ഞാൻ ദൈവത്തോട് ഒരു, കർത്താവേ, നിനക്ക് നേരിട്ട് പറയാൻ കഴിയുമല്ലോ, എങ്കിൽ ഞാൻ വരാം എന്ന് ലാസ്റ്റ് ഒരു പരീക്ഷണം എന്നതുപോലെ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു. ഒരു ദിവസം രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ സുവിശേഷ വേലയുടെ ആ അനുഭവങ്ങളെ, സുവിശേഷ വേലയുടെ തുടക്കത്തെയും കർത്താവിൻ്റെ വേല ചെയ്യുന്നതിനെയും കുറിച്ച് ഒരു TV-യുടെ സ്ക്രീനിൽ കാണിച്ചു തരുന്നത് പോലെ കർത്താവ് എനിക്ക് കാണിച്ചു തരുവാനില്ല. ഞാനത് കണ്ടപ്പോൾ എൻ്റെ പ്രാർത്ഥന നിർത്തി അത് കണ്ടുകൊണ്ടേയിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ കണ്ടത് ഇങ്ങനെയാണ്: ലോകത്തിൻ്റെ അക്കരക്കര കാണാൻ കഴിയുമെങ്കിൽ കാണാൻ കഴിയാത്ത വയൽ, വളരെ ഞാറുകൾ നട്ട് അതിങ്ങനെ കായ്ക്കാറായി കിടക്കുന്ന നല്ല പച്ച കളറിലുള്ള ഞാറ് 2 സൈഡിലും, അതിൻ്റെ നടുക്കൂടി ഒരു പുതിയ റോഡ് വെട്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന കർത്താനുദാസൻ പാസ്റ്റർ ബിജു സാമൂലുകൾ ഈ പാതയിൽ കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം ആ വയലിൻ്റെ അക്കരയിൽ അടുക്കാറായി. അപ്പോൾ എൻ്റെ ഭാര്യയുടെ കയ്യിൽ ഞാൻ പിടിച്ചുകൊണ്ട് ഒരു വേദപുസ്തകം കയ്യിൽ വെച്ച് ഒരു കാല് ഈ പാതയിലും ഒരു കാല് അതിൻ്റെ ഇപ്പുറത്തും വെച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു, വാ, ഇനി നമുക്കിവിടെ നിന്നിട്ട് കാര്യമില്ല, നമ്മളെ കൊണ്ടുവന്ന് പാസ്റ്റർ അങ്ങ് അക്കരെ എത്താറായി, ഇനി നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ഉള്ളതായിരുന്നു. അപ്പം പുള്ളി എൻ്റെ കൂടെ കുറച്ച് ദൂരം വന്നിട്ട് പുള്ളി അതിവേഗം ഈ വയലിൻ്റെ അക്കരക്കരയിലേക്ക് കടന്നു. പിന്നെ ആരെയും കണ്ടില്ല. ഞാൻ ബൈബിൾ ഇങ്ങനെ കക്ഷത്ത് വെച്ചിട്ട് 2 ചെവിയും ഇങ്ങനെ പൊത്തിക്കൊണ്ട് പിന്നെ ആ വയലിനകത്ത് ഓട്ടമായിരുന്നു. അതായിരുന്നു കർത്താവ് എനിക്ക് കാണിച്ചത്. ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയാത്തത് കൊണ്ട് ഞാൻ പല ദൈവദാസന്മാരോടും ചോദിച്ചു. ആരും അതിൻ്റെതായ ആ കറക്റ്റായ വ്യാഖ്യാനം ആരും പറഞ്ഞിരുന്നില്ല. എന്നാൽ ഞാൻ ദൈവത്തോട് തന്നെ പ്രാർത്ഥിച്ചു, കർത്താവെ, ഇന്നതുപോലെ ഞാൻ കണ്ടു, ഇതിൻ്റെ അർത്ഥം എനിക്ക് അറിയത്തില്ല. പല ദൈവദാസന്മാരുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു, പക്ഷേ ആരും എനിക്ക് അതിൻ്റെ കറക്റ്റായ പൊരുൾ എനിക്ക് പറഞ്ഞു തന്നില്ല എന്ന് ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്നെ എന്നോട് പറഞ്ഞു, മകനെ,
എല്ലാവരും ഇത് നിൻ്റെ വയൽ പ്രദേശമാണ്, എൻ്റെ വയലാണ്, അത് ലോകമാണ്, നിൻ്റെ സുവിശേഷ വേലയുടെ ആ കാര്യമാണ്. ലോകത്തിൽ നിന്ന് നിനക്ക് അനവധി നല്ലതും കെട്ടതുമായ അനവധി വാക്കുകൾ കടന്നു വരും, അനവധി പ്രതികൂലങ്ങൾ വരും. നീ ഇതൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞ് രണ്ട് ചെവിയും പൊത്തി നിൻ്റെ വേല തികയ്ക്കണം. അതിനെക്കുറിച്ചാണ് എന്ന് ദൈവം എന്നോട് പറഞ്ഞു തരികയും, എന്നാൽ വേദപുസ്തകത്തിൻ്റെ സത്യങ്ങളെയോ ബൈബിൾ കോളേജിൽ പോയി പഠിക്കാത്തയോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് ഇതിനെക്കുറിച്ചുള്ള യാതൊരു അറിവും എനിക്കില്ല. ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യാനായി സമർപ്പിച്ച് ഇറങ്ങി, പ്രാർത്ഥിച്ചു, സമർപ്പിച്ചു, ഇറങ്ങി. ട്രാക്റ്റ് കൊണ്ട് കൊടുക്കും ഓരോ വീടുകളില്ല. ട്രാക്റ്റ് കൊടുത്തിട്ട് അവർ ചോദിക്കും എന്തോത്തിൻ്റെയാന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോകും. വേറൊന്നും പറയാൻ നിൽക്കത്തില്ല, കാരണം ഇതിനെക്കുറിച്ചൊന്നും പറയാൻ എനിക്കറിയത്തില്ല. അങ്ങനെ വേദപുസ്തകത്തിൻ്റെ സത്യങ്ങളെ വായിച്ച് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ യോഗ്യത എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ വളരെ പ്രയാസപ്പെട്ടു. പക്ഷേ എങ്കിലും ദൈവം ജ്ഞാനികളെ രക്ഷിപ്പിക്കുവാൻ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തവനായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് എന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ തിരുവെഴുത്തുകളെ വായിച്ച് മനസ്സിലാക്കുവാനും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനും കർത്താവ് എനിക്ക് കൃപ തന്നു. വായിപ്പാൻ ഇന്ന് വളരെ ഏകദേശം ബൈബിള് 6-7 പ്രാവശ്യങ്ങൾ വായിച്ച് പൂർത്തീകരിക്കുവാനും കർത്താവ് കൃപ ചെയ്തു. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇതിൻ്റെ സത്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. അങ്ങനെ ഒരു ദിവസം എക്സ് സർവീസ് കുളത്തുപുഴയുടെ പ്രദേശത്ത് എക്സ് സർവീസുകാർ ഒരു IPCയിൽ ബാബുച്ചാൻ എന്ന് പറഞ്ഞ അച്ചായൻ്റെ വീട്ടിൽ, അദ്ദേഹം അന്ന് വിദേശത്തായിരുന്നു. ആ വീട്ടിലകത്ത് പോയി. അപ്പോൾ അമ്മാമ്മ ഒരു ഗ്ലാസ് വെള്ളം തന്നു. അത് കുടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആലോചന ഉണ്ടായിരുന്നു. ആ ആലോചന പറഞ്ഞപ്പോൾ, കാരണം അച്ചാനെക്കുറിച്ചുള്ള ഒരു ആലോചനയായിരുന്നു. 3 ദിവസം കഴിഞ്ഞ് ആ ആലോചന നിവൃത്തിയായി. അച്ചാൻ വിദേശത്തുനിന്ന് സുഖമില്ലാതെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ ആലോചന പറഞ്ഞ് ദൈവദാസന് ഒരു ശുശ്രൂഷ കൊടുക്കണമല്ലോ എന്നുള്ള ആ ഒരു രീതിയിൽ എന്നെ ശുശ്രൂഷയ്ക്കായി അവിടെ ക്ഷണിച്ചു. IPC ദൈവസഭയാണ്. വേദപുസ്തകത്തെക്കുറിച്ചോ വചനത്തെക്കുറിച്ചോ യാതൊന്നും ഒരു അറിവും എൻ്റെ ജീവിതത്തിലില്ല. എന്നാൽ വളരെ പ്രയാസപ്പെട്ടു. ഞാൻ ദൈവമുമ്പിൽ കരഞ്ഞു. പോകാതിരിക്കാൻ പറ്റത്തില്ല. പോയാൽ കർത്താവ്, പോയില്ലെങ്കിൽ കർത്താവ് അടിക്കും. പോയ അവരുടെ മുമ്പിൽ എങ്ങനെയാണെന്നുള്ള കരഞ്ഞു, ഭയങ്കരമായി കരഞ്ഞു. 2 പാട്ടുപാടി. അവിടെ ചെന്ന് അവരുടെ കൂടെ ഇരുന്ന് 2 പാട്ട് അവർ പാടി. ചില സഹോദരന്മാരും പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിട്ട് ദൈവദാസൻ പറഞ്ഞു, ഇപ്പോൾ തെന്മലയിൽ നിന്ന് കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാജൻ അവറുകൾ തുടർന്നുള്ള നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ ആലോചന നമ്മോട് അറിയിക്കും എന്ന് പറഞ്ഞ് എനിക്ക് സമയം തന്നു. വളരെ കരഞ്ഞു. പക്ഷെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, ഞാൻ കരയുന്നത് ഇവർ കാണരുത് എന്ന് പറഞ്ഞ് വളരെ കരയാനിടയായി. എൻ്റെ ജീവിതത്തിൽ അത് മറക്കുവാൻ കഴിയാത്ത, ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമായിരുന്നു അന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. ഞാൻ എഴുന്നേറ്റ് നിന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പറയാനിടയായി. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആകാശത്തു നിന്ന് മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ ആ ഭവനത്തിനകത്ത് മഞ്ഞ് പെയ്തിറങ്ങാൻ തുടങ്ങി. എൻ്റെ ശരീരത്തിനകത്ത് ആ മഞ്ഞ് അനുഭവം പെയ്തിറങ്ങാൻ തുടങ്ങി. അത് ആ സാന്നിധ്യം വ്യാപരിച്ച ഉടനെ ഞാൻ വളരെ ശക്തനായി തീർന്നു, ശക്തിപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. 4 ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം എന്ന് എൻ്റെ വായിൽ നിന്നും ഇങ്ങനെ വന്നു. പക്ഷെ അത് എവിടെ കിടക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. 4 പൗലോസ് അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ചു, പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ദൈവത്തെ ആരാധിച്ചു എന്നുള്ള ആ ഒരു തിരുവെഴുത്ത്, ദൈവത്തിന് സ്തോത്രം. 1.5 മണിക്കൂർ ആ തിരുവെഴുത്തിൽ നിന്ന് പ്രസംഗിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. എങ്ങനെയാണ് എന്ന് ഓർത്താൽ അതിന്നും എൻ്റെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. പക്ഷേ അന്നു മുതൽ ഇന്ന് വരെയും അനവധി സ്ഥലങ്ങളിൽ യേശുവിനെ പ്രസംഗിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. ഇന്ന് അനവധി സ്ഥലങ്ങളിൽ ഞാൻ പരസ്യോഹങ്ങളിൽ അനവധി സ്ഥലങ്ങളിൽ ഇവിടെ കേരളത്തിൻ്റെ പല ജില്ലകളിൽ, പല സ്ഥലങ്ങളിൽ, തമിഴ്നാടിൻ്റെ പല സ്ഥലങ്ങളിൽ കർത്താവിനെ പരസ്യയോഗങ്ങളിൽ പ്രസംഗിക്കുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തമിഴ്നാടിൻ്റെ പ്രദേശങ്ങളിൽ, ഒറീസയിൽ, ചില സംസ്ഥാനങ്ങൾ, നമ്മുടെ രാജ്യത്തിൻ്റെ ചില സംസ്ഥാനങ്ങളിലൊക്കെ കടന്നു പോകുവാൻ, അവിടെയൊക്കെ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കുവാനൊക്കെ കർത്താവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഞാൻ ഇടപ്പാളയം
ദൈവസഭയിൽ, ചച്ചക്കോടിൻ്റെ ദൈവസഭയിൽ അംഗമാണ്. അവിടെ കുടുംബമായിട്ട് ദൈവത്തെ ആരാധിച്ച് കടന്നു വരുന്നു. എല്ലാവരുമായി കർത്താവിനെ ആരാധിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പൊതു ശുശ്രൂഷയിലായിരിക്കുന്നു. പരസ്യോഗങ്ങളിലും മറ്റ് പൊതു ശുശ്രൂഷകൾക്കും കടന്നു പോകുന്നു. പ്രവചന ശുശ്രൂഷ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അയക്കുന്നിടത്തൊക്കെ കർത്താവ് വൻകാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പാസ്റ്റർ, ഈ ഇപ്പോൾ എത്ര വർഷമായി സുവിശേഷ വേല ചെയ്യുന്നു? ഞാനിപ്പോൾ സുവിശേഷ വേല ചെയ്യാൻ തുടങ്ങിയിട്ട് 2000 ഇറങ്ങിയെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് ഒരു 4-5 വർഷം കടന്നു പോകാൻ കഴിഞ്ഞില്ല. എങ്കിലും ഇപ്പോൾ 10-20 വർഷത്തോളമായി. ഓക്കെ. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ദൈവം അത്ഭുതകരമായി പ്രവർത്തിച്ചു, അതെ, എന്ന് പറയത്തക്ക രീതിയിലുള്ള 1-2 കാര്യങ്ങൾ പറയാമോ? തീർച്ചയായും. ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ ഒരു 10 കിലോമീറ്ററിനകത്ത് വരുന്ന ഒരു സ്ഥലത്ത്, കാണിക്കുടി ദേശം, കാണിക്കുടിയാണ്, അവർ കാണിക്കാരവിടെ താമസിക്കുന്നത്. സുവിശേഷത്തിന് അവിടെ വളരെ പ്രയാസമാണ്. സുവിശേഷത്തിന് ആരെയും കൊണ്ട് കയറ്റി വിടത്തില്ല. ഒരു ദിവസം രാത്രിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരിക്ക് ദൈവം ഒരു ദർശനം കൊടുത്തു. ആ വീടിൻ്റെ അടയാളവും പെയിൻറ്റും എല്ലാ കാര്യങ്ങളും തിരക്കി ഇന്ന ദേശമെന്ന് പറഞ്ഞു. പുള്ളി ഉടനെ എന്നോട് പറഞ്ഞു. ഞങ്ങൾ രണ്ടുകൂടെ കരത്തോട് കരം പുറത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ആ ദേശത്ത് അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ കറക്റ്റ് ദൈവം കാണിച്ചു തന്നതുപോലെ ഒരു വീട് തന്നെയായിരുന്നു. ആ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ മക്കളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി തന്നെ അങ്ങോട്ട് ചോദിച്ചു, ഇവിടെ ഒരപ്പച്ചൻ സുഖമില്ലാതെ കിടക്കുകയാണോ എന്ന് ചോദിച്ചു. അതേ എന്ന് പറഞ്ഞു. അപ്പോൾ ആ അപ്പച്ചന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരു അവസരം തരുമോ എന്ന് ചോദിച്ചു. അതിനെന്താ പ്രാർത്ഥിച്ചോളാം. മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളി മരണം കാത്ത് കിടക്കുന്ന ഒരു അപ്പച്ചനായിരുന്നു. തളർന്ന് ശരീരമൊക്കെ ഒന്നും ചലനശേഷി നഷ്ടപ്പെട്ടു പോയ അപ്പച്ചനായിരുന്നു. ഞങ്ങൾ രണ്ടുകൂടെ കർത്താവിൻ്റെ ഞങ്ങൾ കരം പുള്ളിക്കാരിയുടെ ഞാനും പുള്ളിക്കാരിയുടെ കൈയോട് കൈ കൊടുത്ത് പിടിച്ചു. പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പുള്ളി പ്രാർത്ഥിച്ചു. ഞാൻ അദ്ദേഹത്തോട് അപ്പച്ചനോട്, അപ്പച്ചൻ ഞാൻ അടുത്ത പ്രാവശ്യം അടുത്ത ദിവസം, അതായത് ഏതാണ്ട് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു ഞങ്ങളവിടെ പോയത്. അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഇവിടെ വരുമ്പോൾ അപ്പച്ചൻ തോൽ അവിടെ നിന്ന് ഒരു കമ്പും ഇടിച്ച് നടന്നു വരുന്നത് ഞാൻ കാണും അപ്പച്ച എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിറ്റേ വെള്ളിയാഴ്ച ഞങ്ങൾ അവിടെ നിന്ന് പോയപ്പോൾ അതേപോലെ അപ്പച്ചൻ ഒരു കമ്പും ഇടിച്ച് നടന്നു വരുന്നത് കാണാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. തിരുവനന്തപുരം അതായത് കുളത്തൂപ്പുഴ എക്സ് സർവീസ് എന്ന് പറയുന്ന സ്ഥലത്ത് അവർ അക്രൈസ്തവരാണ്. ഇന്ന് ഒരു വിശ്വാസത്തിലൊന്നും വന്നിട്ടില്ല. അവിടെ വണ്ടി ആക്സിഡന്റിൽ പെട്ടു. ശരീരമെല്ലാം ചലനശേഷി നഷ്ടപ്പെട്ടു. ഞാൻ ന്യൂറോയുടെ കംപ്ലൈൻ്റ് ആയിരുന്നു, നഷ്ടപ്പെട്ടു. ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞ് ഡോക്ടർ തള്ളിയ കേസിൽ എന്നെ ഒരു അമ്മാമ്മ വിളിച്ച് അവിടെ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുപോയി. ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പോൾ പ്രാർത്ഥിച്ച് ഏതാണ്ട് 2 ആഴ്ച കഴിഞ്ഞു. അദ്ദേഹം എഴുന്നേറ്റ് നടന്ന് ഇന്ന് വളരെ സന്തോഷത്തോടെ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നു. തിരുവനന്തപുരം പേരൂർക്കട ദേവി നഗറിൽ ചെവി കേൾക്കാൻ പാടില്ലാത്ത ഒരു കുഞ്ഞ്, ചെവിക്കകത്തൂടെ പഴുപ്പ് വരും, കേൾവിയില്ല, പഴുപ്പ് വരും. അവർ ആ അമ്മമ്മ വിശ്വാസിയാണ്, വിശ്വാസത്തിലുള്ളവരാണ്. ESI ഹോസ്പിറ്റലിലെ നേഴ്സാണ്. അപ്പം അറിഞ്ഞുകൊണ്ട് എന്നെ അവിടെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചു. തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ കുറച്ച് തല ഇങ്ങനെ ഒരു ആട്ടുന്നതായിട്ട് പ്രാർത്ഥനയിൽ എനിക്ക് അനുഭവപ്പെടാനിടയായി. ഞാൻ പ്രാർത്ഥന കഴിച്ചിട്ട് എന്തുവാന്ന് ചോദിച്ചു. എൻ്റെ ചെവിക്കകത്തുനിന്ന് എന്തോ ഇറങ്ങിപ്പോയി. പക്ഷേ ഇപ്പോൾ എനിക്ക് ചെവി കേൾക്കാം. ആ പഴുപ്പ് ആ നിമിഷം തന്നെ കർത്താവ് സൗഖ്യം നൽകുവാൻ. ഇങ്ങനെ ഒത്തിരി അനവധി വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏതൊക്കെ രീതിയിലാണ് പാസ്റ്ററുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ എന്ന് പറയുമ്പോൾ ഭവനങ്ങളിൽ കയറി ട്രാക്ട് മിനിസ്ട്രി നടത്തുന്നുണ്ട്. സുവിശേഷ ഭവനങ്ങളിൽ കയറി സുവിശേഷം അറിയിക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ പൊതു ശുശ്രൂഷകൾക്ക് പോകുന്നുണ്ട്. പിന്നെ പരസ്യയോഗങ്ങളിൽ ഇപ്പോൾ കൂടുതലും പരസ്യയോഗങ്ങളിലാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. പാസ്റ്ററുടെ ജീവിതത്തെ സ്വാധീനിച്ച ചില സുവിശേഷ പ്രവർത്തകരെ കുറിച്ച് പറയാമോ? എന്നെ സ്വാധീനിച്ചതെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സഭയുടെ പാസ്റ്ററുടെ പുള്ളി ഒത്തിരി എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഒത്തിരി എന്നെ സ്വാധീനിപ്പിച്ച ദൈവദാസനാണ്. അതുപോലെ തന്നെ ബ്രദറിനുള്ള സഭയിലുള്ള എനിക്ക് ഒത്തിരി ആളുകളുമായിട്ട് ബന്ധമുണ്ട്. ബ്രദറൻ സഭകളിലുള്ള ആൾക്കാരുമായിട്ട്, മറ്റ് സഭകളിലുള്ള ആളുകളുമായിട്ട്, എല്ലാവരുമായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അതിനകത്ത് അപ്പുക്കുട്ടൻ പിള്ള എന്ന് പറഞ്ഞൊരു അപ്പച്ചനുണ്ട്. ആ അപ്പച്ചൻ എന്ന് പറയുന്നത് എന്നെ വളരെയധികം സ്വാധീനിച്ച അദ്ദേഹത്തിൻ്റെ ആത്മീക ജീവിതം,
വളരെ ഒരു മാതൃകപരമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. അതെന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചർച്ചക്കോടുള്ള ചില ദൈവദാസന്മാർ ഒക്കെ IPC ദൈവദാസന്മാരിലൊക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ച അവരുടെ വിശ്വാസത്തിൻ്റെ രീതിയും അവരുടെ പ്രവർത്തന രീതികളും അവരുടെ ജീവിത രീതികളും ആ ദൈവകൃപയിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിലുള്ള ജീവിതത്തെക്കുറിച്ച് എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ട് എനിക്കൊരു മാതൃകയാക്കാൻ കഴിഞ്ഞിട്ടുള്ള ജീവിത രീതികളാണതൊക്കെ. ഓക്കെ. ഇനി എന്തെങ്കിലും പാസ്റ്ററുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പൊതുജനം അറിയണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ? ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഹൈന്ദവ പുരാണ ഗ്രന്ഥം അനുസരിച്ച് നോക്കിയാൽ 33 കോടി ദേവന്മാരും 44 കോടി അസുരന്മാരുമുണ്ട്. ഈ ദേവന്മാരെ, ഈ 33 കോടി ദേവന്മാരെന്ന് പറയുമ്പോൾ അവര് ദേവഗണങ്ങളാണ്, ദൈവമല്ല. അസുരന്മാരെന്ന് പറയുമ്പോൾ പൈശാചിക ഗണത്തിൽപ്പെട്ടവരാണ്. എന്നാൽ ഞാൻ കണ്ടതിലും അറിഞ്ഞതിലും ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടിയൊക്കെ വച്ച് യേശു ക്രിസ്തുവാണ് യഥാർത്ഥ ദൈവമെന്ന് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടി എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളിലും ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന സമയങ്ങളിൽ കടന്നു വരാനുള്ള കാരണമെന്ന് പറയുമ്പോൾ അച്ചൻകോവിൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ, അച്ചൻകോവിലത്തിൽ അമ്പലം എന്ന് പറയുമ്പോൾ അവിടെ ഉടുപ്പിടാൻ പാടില്ല. ഉടുപ്പെല്ലാം ഊരിയിട്ടിട്ട് അവിടെ ക്ഷേത്രത്തിലും ഒരു കൽമണ്ഡപമുണ്ട്. ആ കൽമണ്ഡപത്തിൻ്റെ ക്യാപ്പിൽ ഒരു മനുഷ്യന് കിടക്കാൻ പറ്റും വൈകിട്ട് രാത്രിയിൽ. അവിടെ ഞാൻ കിടന്നും കൊണ്ട് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഒരു മനുഷ്യനുമില്ലായിരുന്നു. ഞാൻ തൊഴുത് കരഞ്ഞു, എൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തണമേ എന്ന്. ശിവക്ഷേത്രങ്ങളിൽ ഞാൻ രാത്രി കാലങ്ങളിൽ പോയി തൊഴുതു കരഞ്ഞു, നേർച്ചകൾ നേർന്നു. പക്ഷേ ആരും എന്നെ രക്ഷിക്കാൻ വന്നില്ല. പക്ഷേ യേശുക്രിസ്തുവിന് ഞാൻ നേർച്ച കൊടുക്കാനായിട്ട് പോയില്ല. ഞാൻ മറ്റൊരു കാര്യം ചെയ്യാനായിട്ട് പോയില്ല. യേശുക്രിസ്തു എൻ്റെ രക്ഷിതാവും കർത്താവുമാണ് എന്ന് എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ സ്വീകരിച്ചു. വായിക്കൊണ്ട് ഏറ്റുപറഞ്ഞു, എൻ്റെ പാപം, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തെ യേശുവിൻ്റെ രക്തത്താൽ കഴുകി എന്നെ ഒരു അങ്ങയുടെ മകനായി മകളായി ജീവിക്കുവാൻ കൃപ തരണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് വെച്ച് മാറ്റം വരുത്തുകയും ഞാൻ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് മാറ്റം വരുത്തുകയും ചെയ്തത് അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ആ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ കൂടി എനിക്ക് യേശു രക്ഷകനാണ്. തുടർന്ന് നോക്കിക്കഴിയുമ്പോൾ ഈ മനുഷ്യ അവതാരങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് അവതാരങ്ങളിലോ ഈ 33 കോടി ദേവന്മാരിലോ നോക്കിയാൽ മനുഷ്യന്റെ പാപത്തിന്റെ നിത്യരക്ഷയ്ക്കായിട്ട് ലോകത്തിൽ കടന്നു വന്നതായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലനായ പൗലൂസ് എഴുതിയിട്ടുണ്ട്, അവൻ ദൈവരൂപത്തിലിരിക്കവേ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വിളങ്ങി മനുഷ്യ സാദൃശ്യത്തിൽ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഒരു നിത്യ രക്ഷിതാവുണ്ടെങ്കിൽ ലോകത്തിലെ സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് ലോകത്തിൽ കടന്നു വന്ന ഒരു രക്ഷകൻ ഉണ്ടെങ്കിൽ അത് നസറേയനായ യേശുക്രിസ്തുവല്ലാതെ മറ്റൊരു രക്ഷകനില്ല. അതുകൊണ്ട് തിരുവെടുത്ത് ആവർത്തിച്ചു പറയുന്ന മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ല. അപ്പോൾ ഈ നാമത്തിൽ മാത്രമേ മനുഷ്യവർഗത്തിന് രക്ഷയുള്ളൂ എന്ന് പൂർണ്ണമായി എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടിയും അവസ്ഥകളിൽ കൂടിയും മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളത് വാസ്തവമാണ്. മനുഷ്യന് മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്ന് എല്ലാ മതഗ്രന്ഥങ്ങളും പഠിപ്പിക്കുന്നുവെങ്കിലും പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തപരമായി പഠിപ്പിക്കുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. കാരണം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വേദപുസ്തകം വളരെ വ്യക്തമായി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം മറ്റുള്ളതിലൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മനുഷ്യൻ ബ്രഹ്മത്വത്തിലേക്ക് ലയിച്ച് ചേരണമെങ്കിൽ പറഞ്ഞാൽ ജന്മപാപവും കർമ്മപാപവും കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന് യഥാർത്ഥമായി ബ്രഹ്മത്വത്തിലേക്ക് ലയിച്ചു ചേരുവാൻ കഴിയത്തില്ല എന്ന് ആ ഗ്രന്ഥങ്ങളിൽ പറയുമ്പോൾ, എന്നാൽ യേശുക്രിസ്തു പറയുന്നത് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും.
ജീവിച്ചിരുന്ന് അവൻ ദൈവത്തിൻ്റെ ആ മഹത്വമേറിയ പ്രവൃത്തികളെ കാണും എന്ന് തിരുവെടുത്ത് പഠിപ്പിക്കുകയും അതുപോലെ തെസലോനിക്കർക്ക് ലേഖനത്തിനകത്ത് കർത്താവ് താൻ ഗംഭീരനാദത്തോടും ആമേൻ. പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ നാം എല്ലാവരും രൂപാന്തരം പ്രാപിക്കും, ഉയർത്തെഴുന്നേൽക്കുകയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടിരിക്കുന്ന നാം എല്ലാവരും രൂപാന്തരം പ്രാപിച്ച് കർത്താവിനോട് ഒരുമിച്ച് എടുക്കപ്പെടുമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുകയും അത് മാത്രമല്ല മനുഷ്യന്റെ പ്രവൃത്തികൾക്കൊരു ന്യായവിധി ഉണ്ട് എന്ന് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നു. അതായത് അത് പഠിപ്പിക്കുന്നത് ആ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ തുടർന്നുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ നാം നോക്കിയാൽ ഒരു ന്യായവിധി പഠിപ്പിക്കുന്നത് പോലെ തുടർന്ന് മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും നാം അതിനൊത്തവണ്ണം പ്രാപിക്കേണ്ടതിന് ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കേണ്ടി വരും എന്ന് വേദപുസ്തകം ആവർത്തിച്ച് മനുഷ്യരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനുഷ്യർക്കൊരു ന്യായവിധിയുണ്ട് എന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ തന്നെ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധി സകല മനുഷ്യർക്കും ദൈവം നിയോഗിച്ചിരിക്കുന്നു എന്ന് വേദപുസ്തകത്തിൽ പഠിപ്പിക്കുന്നു. മരിച്ച് അടക്കപ്പെട്ട് ജീവിച്ചവരെയും മരിച്ചവരെയും മരിച്ചുപോയവരെ ഉയർപ്പിച്ചു കൊണ്ടുവന്ന് ന്യായം വിധിപ്പാൻ കഴിവുള്ളവനാണ് ഇന്ന് പകല് ഞാൻ സേവിക്കുന്ന നസ്രയനായ യേശു ക്രിസ്തു എന്ന എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ കൂടി തിരുവെഴുത്തിൻ്റെ സത്യങ്ങളിൽ കൂടി മറ്റുള്ള ലോകത്തിൽ നിന്ന് കാണപ്പെടുന്നതായിരിക്കുന്ന സംഭവങ്ങളിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ലോകശാസ്ത്രവും ലോകത്തിൻ്റെ മാധ്യമങ്ങളും പറയുന്നത് പോലെ അത് ലോകത്തിലും മനുഷ്യരുടെ ഇടയിലും നിവർത്തിയായി കാണപ്പെടുമ്പോൾ അത് തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ജീവിതത്തിൽ യേശുക്രിസ്തു മാത്രമേ ഉലകത്തിൽ ജീവനുള്ള ദൈവമായിട്ട് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ആ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഒരു നിത്യജീവനുണ്ട്, ഒരു നിത്യതയുണ്ട്. ഇല്ല എങ്കിൽ ഒരു നിത്യ ന്യായവിധി ഉണ്ട് എന്ന് എനിക്ക് ലോകത്തോട് ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുവാനായിട്ടുണ്ട്. ഈ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കർത്താവ് അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്ന അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നല്ലൊരു ആശ്വാസത്തിൻ്റെ ദായകനാണ് കർത്താവായ യേശു ക്രിസ്തു. അതെൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ ആവർത്തിച്ച് പറയും. ഓക്കെ പാസ്റ്റർ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററുടെ ഇത്രയും ജീവിതാനുഭവങ്ങൾ മറ്റുള്ളവർക്കൊരു പ്രയോജനമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.